അമ്പലം പണിയാനും അമ്പലത്തോട് ചേർന്ന് നമസ്കാര മണ്ഡപവും തിടപ്പള്ളിയും കൊടിമരവും ഒക്കെ പണിയാനും ആർക്കും സാധിക്കും. പക്ഷെ ഗുരു പറഞ്ഞത് അമ്പലങ്ങളെക്കാൾ വലിപ്പത്തിൽ ഓഡിറ്റോറിയങ്ങളും ലൈബ്രറികളും പള്ളിക്കൂടങ്ങളും പണിയണമെന്നാണ്. കാരണം സാധാരണക്കാർക്ക് വേണ്ടത് എന്താണെന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് കൂടാൻ വേണ്ട സൗകര്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവണമെന്ന് ഗുരുവിനറിയാമായിരുന്നു. അപ്പം അമ്പലം ചെറുതായിക്കോട്ടെ എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. അമ്പലത്തിൻ്റെ വലിപ്പത്തിലല്ലല്ലോ ദൈവത്തിൻ്റെ വലിപ്പം ഇരിക്കുന്നത്. അമ്പലത്തിൻ്റെ വലിപ്പത്തിലല്ലല്ലോ ദൈവത്തിൻ്റെ വലിപ്പം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് പിന്നെ ഏതിൻ്റെ വലിപ്പത്തിലാണ് ഇരിക്കുന്നത്? നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകളല്ലേ. അപ്പം നമ്മളൊക്കെ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ളതാണ്? നല്ല വലിപ്പമുള്ള അമ്പലങ്ങൾ, നല്ല വരുമാനമുള്ള അമ്പലങ്ങൾ. ശരിയാണോ തെറ്റാണോ? കാരണം എന്താ? പൈസ ഇല്ലാത്ത ദൈവത്തെ പോലും നമുക്ക് വേണ്ട. ഈ നാട്ടിലുള്ള വിളക്ക് വയ്ക്കാൻ നിവൃത്തിയില്ലാത്ത, അന്തിത്തിരി കൊളുത്താൻ നിവൃത്തിയില്ലാത്ത അമ്പലങ്ങളിലേക്ക് എത്ര ഭക്തന്മാർ പോവാറില്ല. പോവുകയാണെങ്കിൽ എവിടെ പോകണം? ചക്കുളത്തമ്മ നിസാരക്കാരിയാണോ? ഈ നാട്ടിൽ ദേവി ഇല്ലാതിട്ടാണോ? ആളിത്ര നല്ല പ്രൗഢിയുള്ള, നല്ല തറവാടിത്തമുള്ള ദേവതയാണ്. ശബരിമല ധർമ്മശാസ്താവ്, ഗുരുവായൂരപ്പൻ, ചോറ്റാനിക്കരയമ്മ, വൈക്കത്തപ്പൻ, ഇവിടെയൊക്കെ ഉണ്ട്. ശിവനും അയ്യപ്പനും ഗണപതിയൊക്കെ ഈ നാട്ടിലുണ്ട്. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ഇച്ചിരി പ്രമാണികളാണ്. കാരണം സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും അവരിച്ചിരി സെറ്റപ്പാണ്. ഇപ്പോൾ സാധാരണ ഭക്തന്മാർ ആരെ തിരഞ്ഞെടുക്കും? പണമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനെ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നതും ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഒക്കെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നല്ലേ അതിൻ്റെ ഒരു തെളിവ്. അപ്പോൾ ഗുരു പറയാണ്, അമ്പലം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ വലിപ്പത്തിലല്ല ദൈവത്തിൻ്റെ വലിപ്പം ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിപ്പം ഇരിക്കുന്നത് പറഞ്ഞാൽ ദൈവം എവിടെയാണോ ഉള്ളത് അവിടെയാണ് വലിപ്പം വെക്കേണ്ടത്. ദൈവം എവിടെ ഇരിക്കുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ദൈവം എവിടെയാ? ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. ഒരു പാട്ട് കേട്ടില്ലേ? അവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. നമ്മളെല്ലാം ഈ തേടി നടപ്പാണ്. ആ പ്രാർത്ഥനയുടെ അവസാനം പറയുന്നുണ്ട്, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു. തേടി പോയി അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. എവിടെ? നമ്മുടെ ഹൃദയത്തിലേക്ക്. ഇത് തന്നെയാണ് ഒരു കവി പച്ച മലയാളത്തിൽ ഒരു പാട്ട് പോലെ എഴുതിയ ഈ കാര്യം തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണനും പറയുന്നത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജുന തിഷ്ഠതി. അർജുന, ഈശ്വരൻ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ദേവാലയത്തിൻ്റെ പേരെന്താണ്? ഹൃദയം. ആ ഹൃദയം എത്ര വലുതാകുന്നുവോ അത്ര നമ്മുടെ ചിന്തകൾ വലുതാകും, നമ്മുടെ വിചാരങ്ങൾ വലുതാകും, അത്ര കണ്ട് സമൂഹം നന്നാവും. ശരിയല്ലേ? ഓരോ വ്യക്തിയുടെയും മനസ്സിന്, ഹൃദയത്തിന് വലിപ്പമുണ്ടാകുമ്പോൾ അത് ഈ ലോകത്തെ നന്നാക്കാൻ ഉപകരിക്കും. അപ്പോൾ ഗുരു പറഞ്ഞ എത്ര വലിയ കാര്യമാണ്. ഹൃദയങ്ങൾ വലുതാവണം, മനസ്സ് വലുതാവണം. മനസ്സ് വലുതാവാനുള്ള വഴി എന്താണ്? നമ്മുടെ മനസ്സ് നന്നാവാനുള്ള വഴി എന്താണ്? അമ്പലത്തിൻ്റെ വലിപ്പം കൂട്ടലാണോ? അല്ല. അതിന് പറ്റിയ വഴി എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നല്ല അറിവുണ്ടാവണം. പിന്നെയോ നല്ല സത്സംഗങ്ങൾ, ഇതുപോലുള്ള ക്ലാസ്സുകൾ വെക്കണം. അവിടെ അതിന് എന്ത് വേണം? അതിന് ഓഡിറ്റോറിയം വേണം. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ കൊള്ളാം, ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടായ്മകളിലൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെയോ ലൈബ്രറി, പുസ്തകം വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഗുരു പറഞ്ഞിട്ടുണ്ട്, വിവേകം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പുസ്തകങ്ങൾ വായിക്കണം. വിവേകം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിവ്. അതുണ്ടാവണേ നല്ല പുസ്തകങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയം, ലൈബ്രറി, പിന്നെ നല്ലൊരു പൂന്തോട്ടം, ഇതൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്നത് എന്നറിയോ? നമ്മൾ കുറേ കൂടി ഗുരുവിലേക്ക് ഇനിയും അടുക്കണമെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പാട് ചെയ്യണം. ഞാൻ പോകുന്ന ഓരോ ശാഖയിലും ഇത് പറയാറുണ്ട്. ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവിടെ നല്ലൊരു ലൈബ്രറി ഉണ്ട്, നല്ലൊരു പൂന്തോട്ടമുണ്ട്. കുറച്ച് സ്ഥലമുള്ളെങ്കിൽ പോലും കുറേ ചെടിയൊക്കെ മേടിച്ച് വെച്ചാൽ നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കിക്കൂടെ? നിങ്ങളൊന്ന് ശ്രമിച്ചുകൂടെ? ഓരോ വീട്ടുകാരും ഓരോന്ന് വെച്ച് നട്ടുപിടിപ്പിച്ചാൽ പോലും നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഈ അന്തരീക്ഷം മുഴുവൻ ഒരു പോസിറ്റീവായ ഒരു ചൈതന്യത്തിൽ നിറയും. അപ്പം അങ്ങനെ ആളുകൾക്ക് ഇങ്ങോട്ട് സ്വയം വരാൻ തോന്നും. അവിടെ വന്നിരിക്കുമ്പോൾ നല്ല വിചാരമുണ്ടാവും, നല്ല മനസ്സുണ്ടാവും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് വലിപ്പമുണ്ടാവും. നമ്മുടെ ഹൃദയം വലുതാകുമ്പോൾ അതിലൂടെ ലോകം നന്നാവും. അപ്പോൾ ഗുരു പറഞ്ഞത് എത്ര വലിയ കാര്യമാണ്. അപ്പം നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നതൊന്നും നിസ്സാര കാര്യങ്ങളല്ല. നിങ്ങൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ തന്നെയാണ് ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്.
അപ്പം പാവുക്കരയിലെ എൻ്റെ ഈ മൂന്നാമത്തെ വരവ് വെറുതെ ആയില്ല. നിങ്ങളൊക്കെ ഗുരുവിനോട് കുറേ കൂടി അടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഇനി ചെയ്യേണ്ടത് എന്നാണെന്നറിയോ? ഇനി അടുത്ത തിരുവുത്സവത്തിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു നല്ല വായനശാല ഉണ്ടാക്കണം. ലൈബ്രറി ഇവിടെ ഉണ്ടോ? ഈ ശാഖയിലുണ്ടോ? ഇല്ലെങ്കിൽ ഒരു വായനശാല നിങ്ങൾ ഉണ്ടാക്കണം. എല്ലാവരും കൂടി ശ്രമിച്ചാൽ മതി. ഓരോ വീട്ടുകാർ ഒരു പുസ്തകം വെച്ച് മേടിച്ചു കൊടുത്താൽ മതി. ഓരോ വീട്ടുകാർ ഒരു പുസ്തകം വീതം മേടിച്ചു കൊടുത്ത് ഒരു അലമാരി ഉണ്ടാക്കിയാൽ ഒരു വായനശാലയാവും. എന്നിട്ട് എന്നാ ചെയ്യേണ്ടത്? അലമാരിക്കകത്ത് പുസ്തകം മേടിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് വായിക്കാനുള്ള സംവിധാനം കൂടെ ചെയ്യണം. ഇവിടെ വന്ന് അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വരുന്ന ഭക്തന്മാർ എന്ത് ചെയ്യണം? തൊഴുതിറങ്ങി കഴിയുമ്പോൾ നേരെ ലൈബ്രറി വന്നൊരു പുസ്തകം എടുത്തോണ്ട് വീട്ടിൽ പോകണം. ഒന്ന് ഭാവന ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒരു ദൃശ്യം? അമ്പലത്തിൽ വരുന്ന ഭക്തന്മാർ തൊഴുതിട്ട് ഒരു പുസ്തകവുമായിട്ട് വീട്ടിലേക്ക് പോകുന്നു. എന്തൊരു കാഴ്ചയാണത്! എന്നിട്ടോ അടുത്ത തവണ പിന്നെ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞായിരിക്കും വരുന്നത്. ആ 1 മാസം കൊണ്ട് അത് വായിച്ച് തീർത്തിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത് വെക്കുക, അടുത്ത കൊണ്ടുപോവുക. എന്നിട്ടോ ഇവിടെ വന്നിട്ട് തമ്മിൽ കാണുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ പറയുന്നത് തന്നെ 4 മണി പൂവിനെ കുറിച്ചും മറ്റേ കൊച്ചുങ്ങളുടെ കഥയൊക്കെയല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് നിങ്ങൾ എന്തു പറയണം? എടി, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച പുസ്തകം എന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവൻ്റെ കാവ്യപ്രപഞ്ചം എന്ന പുസ്തകമാണ്. ഒന്ന് വായിക്കണം കേട്ടോ. ഗുരുവിൻ്റെ കവിതകളെക്കുറിച്ച് എത്ര ഭംഗിയായിട്ട് അതിൽ പറയുന്നത്. നമ്മളിങ്ങനെ ദൈവദശകവും കുണ്ടല്ലിപ്പാട്ടും ഒക്കെ പാടി നടക്കുന്നതല്ലാതെ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച ചെയ്യുന്ന അമ്മമാരെ കുറിച്ച് സങ്കല്പിച്ചേ. ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചും ഗുരുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം അതെന്തൊരു കാഴ്ചയാണെന്ന് ആലോചിക്കൂ. അങ്ങനെ ഈ സമൂഹത്തെ മാറ്റാൻ നിങ്ങൾക്കത് സാധിക്കും. ഒരു ലൈബ്രറി. രണ്ടാമത്തത് ഒരു പൂന്തോട്ടമാണ്. പൂന്തോട്ടം ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ഒരു പൂന്തോട്ടമാണ്. നിങ്ങൾക്കറിയാലോ, ആലുവയിലെ അദ്വൈതാശ്രമം, മഹാശിവഗിരി കുന്ന്, അരുവിപ്പുറം. ഗുരു എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അപ്പം നിങ്ങൾ അതിനു വേണ്ടി കൂടെ മുൻകൈ എടുക്കണം. അങ്ങനെ നമുക്കിത് ഒരു സമ്പൂർണ്ണ ഗുരുദേവ ക്ഷേത്രമാക്കി മാറ്റണം. ഒരു യഥാർത്ഥ ഗുരുദേവ ക്ഷേത്രം. പിന്നെയോ വിദ്യാലയമാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ ഇടയിലുള്ള മക്കളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഗുരുദേവനെ കുറിച്ച് പഠിപ്പിക്കാമല്ലോ. ബാലജനയോഗം ഉണ്ടോ? അവിടെ ഉണ്ട്. എല്ലാവരും പിള്ളേരെ വിടാറുണ്ടോ? അത് വലിയ പാടാ. കാരണം എന്നാ? 10ാം ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ വിളിച്ചാൽ വരത്തില്ലെന്നേ. കാരണം എന്നാ? ഒത്തിരി പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത്. അല്ലേ? ശരിയല്ലേ? അപ്പം നമ്മൾ പരമാവധി പിള്ളേരെ അതിനൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. ബാലവേദി പോയാൽ 10ൽ A+ കിട്ടുമോ? നമ്മുടെ അമ്മച്ചിമാർ ചോദിക്കുന്നതാ, ബാലവേദി പോയിട്ട് എന്ത് പ്രയോജനം എന്നാ? അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഗുരു എന്നത് ഒരു വെളിച്ചമാണ്. ഗുരു എന്നത് വെളിച്ചമാണ്. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയം. വെളിച്ചം കയ്യിലുണ്ടെങ്കിൽ ലോകം മുഴുവൻ നമുക്ക് പ്രകാശപൂർണമായിരിക്കും. ശരിയാണോ? നിങ്ങളൊക്കെ രാത്രിയിൽ ഇരുട്ടത്ത് പോകുമ്പോൾ അമ്മ പറയും, മോനെ ലൈറ്റ് എടുത്തോണം കേട്ടോ. കാരണം എന്നാ? ലൈറ്റ് ഉണ്ടെങ്കിൽ ഇരുട്ടിനെ പേടിക്കണ്ട. അപ്പോൾ ഗുരു എന്നതൊരു പ്രകാശമാണ്, ഒരു പ്രകാശ ഗോപുരമാണ്. ആ പ്രകാശത്തെ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സയൻസോ കണക്കോ ഇംഗ്ലീഷോ CBSE ICSE എന്തു ആയിക്കോട്ടെ, അതിനേക്കാൾ വലിയ പ്രകാശമാണ് ഗുരു തരുന്നത്. അറിവിൻ്റെ പ്രകാശം, സത്യത്തിൻ്റെ പ്രകാശം, ജ്ഞാനത്തിൻ്റെ പ്രകാശം, ആനന്ദത്തിൻ്റെ പ്രകാശം. അപ്പം അത് നമ്മുടെ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ മാതാപിതാക്കളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല വിദ്യാലയവും നമുക്ക് സാക്ഷാത്കരിക്കാം. ഞാൻ പറഞ്ഞത് എല്ലാം കൂടി തികയുമ്പോഴാണ് ഗുരുവിൻ്റെ സന്നിധാനം പൂർണ്ണമാവുന്നത്. അങ്ങനെ പൂർണ്ണമായ ദിവ്യ സങ്കേതങ്ങളായിട്ട് ഗുരുവിൻ്റെ കേന്ദ്രങ്ങൾ മാറുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഈ പാവുക്കരയും മാറും. കാരണം എന്താണ്? ഈ നാട്ടിലുള്ള ആളുകളുടെ മനസ്സ് മാറിയില്ലേ? ഇവിടെ ലൈബ്രറി എന്ന് പറയുന്നത് SNDPക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും വന്നിരിക്കാം. പൂന്തോട്ടം എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ ഉള്ളതാ അല്ലേ? അങ്ങനെ ഒരു നാടിനെ തന്നെ, ഒരു നാടിൻ്റെ സാംസ്കാരിക നിലയങ്ങളാവണം ഗുരുക്ഷേത്രങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? SNDPക്കാരുടെ ഈഴവരുടെ മാത്രമല്ല, ഒരു നാടിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് ഓരോ SNDP ശാഖായോഗങ്ങളും മാറുമ്പോൾ അതാണ് ഗുരു കൽപ്പിച്ച മാതൃകാസ്ഥാനം. ഗുരു പറഞ്ഞ ഗുരുവിൻ്റെ ആദ്യ കവിത, ലോകത്ത് ഗുരു കൊടുത്ത ആദ്യ കവിത, ആദ്യത്തെ രാഷ്ട്രീയ കവിത എന്ന് തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആ കവിത ഏതാണ്? ഗുരുവിൻ്റെ ആദ്യ കവിത എന്ന് വെച്ചാൽ ഏതാ? ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട, ഗുരു പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട, എഴുതി കാണിച്ച കവിത ഏതായിരുന്നു? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ഇത് മാതൃകാസ്ഥാനമാകും. എന്തുകൊണ്ട്? ഗുരുവിൻ്റെ സങ്കേതങ്ങൾ ഉയർന്നു വരണം.
ഗുരുവിനെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഉണ്ടാകുമ്പോൾ, അത്തരം മാതൃകാ സ്ഥാനങ്ങളായിട്ട് ഓരോ സ്ഥലങ്ങളും മാറുമ്പോൾ ഈ ധര സ്വർഗമായി തീരുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്.